ഹായ് മക്കളെ, നമ്മൾ ജെഇ മെയിൻ്റെ ഫേസ് 1 എക്സാം ആരംഭിക്കാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നല്ല പെർസെൻറ്റേജ് എന്തെങ്കിലും ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൺഫ്യൂഷൻ ഉള്ളൊരു സമയമായിരിക്കും ഇത്. അതായത് കെമിസ്ട്രിയിൽ നമ്മൾ ഏത് ടോപ്പിക്കാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കെമിസ്ട്രി പൊതുവെ ഫിസിക്സിനെയും മാത്സിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി സ്കോറിംഗ് ടോപ്പിക്കാണ് കെമിസ്ട്രി. ഇപ്പോൾ കെമിസ്ട്രിയിലുള്ള എല്ലാ ചാപ്റ്ററും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതായത് പഠിച്ചാൽ ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ ഓഫ് ആറ്റം ഞാൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ടോപ്പിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കരുത് ഒരിക്കലും. അപ്പോൾ പൊതുവെ കെമിസ്ട്രിയിലുള്ള മിക്ക ചാപ്റ്ററും കുറച്ചും കൂടി ഈസി സ്കോറിംഗ് ആയതുകൊണ്ട് ഒരു ടോപ്പിക്ക് ഒഴിവാക്കിയിട്ടുള്ള പഠനം വേണ്ട, എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എന്നാലും ഉണ്ടാകും ഒരു വെയിറ്റേജ് ഒക്കെ, ഏറ്റവും കൂടുതൽ ഏത് ടോപ്പിക്കിനാണ് വെയിറ്റേജ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കെമിസ്ട്രി നമ്മൾ പൊതുവെ പറയുമ്പം ഇനോർഗാനിക്, അതേപോലെ ഓർഗാനിക്, അതേപോലെ ഫിസിക്കൽ, ഈ 3 ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഒരേപോലെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇനോർഗാനിക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇനോർഗാനിക്കിൽ കുറേ ടോപ്പിക്സ് ഡിലീറ്റഡാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ചോദിക്കുകയാണെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി എന്നുള്ള ടോപ്പിക് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം വന്ന ടോപ്പിക്കാണ് ഒന്ന് കോർഡിനേഷൻ കെമിസ്ട്രി. പിന്നെ അതേപോലെ കെമിക്കൽ ബോണ്ടിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ DNF ബ്ലോക്ക്, അതേപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഒന്നും അധികം ചോദിക്കാറില്ല. എന്നാൽ പോലും ഇനോർഗാനിക്കിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കോർഡിനേഷൻ കെമിസ്ട്രി, പിന്നെ കെമിക്കൽ ബോണ്ടിങ്, പിന്നെ DNF ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ആ ഒരു പ്രയോറിറ്റി ഓർഡറിലാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ ഓർഗാനിക്കിലോട്ട് പോകുമ്പോൾ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാകില്ല. അതായത് ഓർഗാനിക്കിൻ്റെ മെയിൻ ടോപ്പിക് ഏതാ, GOC 1 അതേപോലെ GOC 2. അതായത് ഏകദേശം ഒരു 70% ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് GOC 1 GOC 2. കാരണം GOC 1 GOC 2 മീൻസ് എന്താ, ഒരു വോൾ ഓർഗാനിക്കിൻ്റെ മൊത്തം കണ്ടന്റ് നമ്മൾ ആക്ച്വലി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ GOC 1 GOC 2 പഠിച്ചാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ കാർബണൈൽ കോമ്പൗണ്ട് എന്ന് നല്ലപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കാർബണൈൽ കോമ്പൗണ്ട്, പിന്നെ ഹൈഡ്രോ കാർബൺ, ആൽക്കഹോൾ. കാരണം നമുക്കൊരു ഓർഗാനിക് ഒരു ചാപ്റ്റർ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കി പഠിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓർഗാനിക് കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കണം, ഒരു ക്വസ്റ്റ്യൻ തന്നെ കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഒരു ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ടാവുക, ഒരു റിയാക്ഷൻ സീരീസ് ഉണ്ടാവുക. അതിൽ ചിലപ്പം എന്നുള്ള ഒരാൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾഡിഹൈഡ് പഠിക്കേണ്ടി വരും. അടുത്തത് പിന്നെ അമീൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരു ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഓർഗാനിക് പൊതുവെ നിങ്ങൾ പഠിക്കരുത്. എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യണം, ഓർഗാനിക് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ ചാപ്റ്ററിനും കണക്ട് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ട് ഓർഗാനിക്കിൻ്റെ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട GOC 1 GOC 2 ആണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കിടക്കും, അതായത് ഫിസിക്കൽ കെമിസ്ട്രിയോട്ട് കിടക്കുന്ന കാര്യത്തിൽ ഫിസിക്കലും ഏകദേശം കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കാറുള്ളത്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ 10 കൊല്ലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് നോക്കുമ്പം മനസ്സിലാവുന്ന രീതി ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് സൊല്യൂഷൻ നല്ലപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നല്ലപോലെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇക്വിലിബ്രിയം എന്നുള്ള ടോപ്പിക്കിലോട്ടൊക്കെ കിടക്കുമ്പം കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, അയോണിക് ഇക്വിലിബ്രിയം ഉണ്ട്. അതിൽ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന് പൊതുവെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. കെമിക്കൽ ഇക്വിലിബ്രിയത്തിനും അയോണിക് ഇക്വിലിബ്രിയത്തിനും അതും വെച്ച് കമ്പയർ ചെയ്യുമ്പം അയോണിക് ഇക്വിലിബ്രിയത്തിന് നല്ലപോലെ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ്, അതേപോലെ കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ ഗ്രാഫ് ബേസ്ഡ് ആയിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. പൊതുവെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫ് നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ച ടോപ്പിക്കാണ് കെമിക്കൽ കൈനറ്റിക്സിൽ. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിൽ ആ ഒരു ടോപ്പിക്ക് എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട് പഠിക്കുക. സ്ട്രക്ചർ ഓഫ് ആറ്റം ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ റെഡോക്സിൻ്റെ കൺസെപ്റ്റ് അറിയേണ്ടി വരും. പക്ഷേ റെഡോക്സ് എന്ന ഒരു പെർട്ടിക്കുലർ ചോദ്യം ചോദിക്കാറില്ല. പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ള കാര്യങ്ങളുടെ ഒക്കെ ഏറ്റവും ബേസ് നമ്മൾ പഠിപ്പിക്കുന്ന റെഡോക്സിലാണ്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ടോപ്പിക്കൊക്കെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കെമിസ്ട്രി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈസി സ്കോറിംഗ് ആണ്. ഈസി സ്കോറിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ടോപ്പിക്ക് എന്ത് ചെയ്യണ്ട, ഡിലീറ്റ് ചെയ്ത് പഠിക്കേണ്ട, എല്ലാം എന്ത് ചെയ്യുക, നോക്കി വെക്കുക. പ്രത്യേകിച്ച് ഈ ഒരു JEE എക്സാമിന് നമുക്കൊരു കറക്റ്റ് വെയിറ്റേജ് പറയാൻ ആക്ച്വലി ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പാറ്റേൺ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ വെയിറ്റേജ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എന്നാൽ പോലും ടോപ്പിക്ക് എല്ലാം ഡിലീറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഒഴിവാക്കാണ്ട് എല്ലാം ഒന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പാറ്റേൺസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലപോലെ പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി എത്ര പഠിക്കുന്നുണ്ടോ അതാണ് നിങ്ങളുടെ പെർസെൻറ്റേജ്. അത് എപ്പോൾ നിങ്ങൾ ഓർമ്മ വേണം. ഏകദേശം നമുക്കൊരു 1.5 മാസത്തോളം ഉള്ളത്. മാക്സിമം ഫോക്കസ് ചെയ്യുക, മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് കൂടിക്കോളും. അപ്പോൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.